ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 4 ശ്ലോകം 3. താരമന്തരനു ചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാ തഥാ ബഹൃത്യാസ്മഹേ ഭവതുപാസനോന്മുഖ. സാരാംശം: പ്രണവമന്ത്രത്തെ ധ്യാനിച്ചുകൊണ്ട് പ്രാണായാമവും പ്രത്യാഹാരവും പരിശീലിച്ച് അല്ലയോ ഭഗവാനെ, അങ്ങയെ ഉപാസിച്ചു കൊള്ളാം എന്നതാണ് ഈ ശ്ലോകത്തിലെ കാതലായ അർത്ഥം. കഴിഞ്ഞ ശ്ലോകത്തിൽ യമം, നിയമം, ആസനം എന്നിവയെ പറ്റിയാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ പ്രാണായാമവും പ്രത്യാഹാരവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രണവമന്ത്രമായ ഓംകാരത്തെയും ഇടവിടാതെ ധ്യാനിക്കുമെന്നും പറഞ്ഞു. ഓം എന്നത് പ്രപഞ്ചത്തിൽ ആദ്യമുണ്ടായ ശബ്ദമാണ്, വെറുമൊരു ശബ്ദമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ തരംഗമാണ്. ഓംകാരമന്ത്രം ജപിക്കുന്നത് കൊണ്ട് ശരീരത്തിനും മനസ്സിനും ഉണർവും ഊർജവും ലഭിക്കുന്നു. നിത്യവും രാവിലെ ചമ്രം പടിഞ്ഞിരുന്നു പത്മാസനത്തിലിരുന്നു ഇത് അഭ്യസിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. പ്രാണായാമം: നിത്യവും പ്രാണായാമം പരിശീലിക്കുന്നത് ശരീരത്തിന് ഉന്മേഷവും ആരോഗ്യവും കിട്ടുന്നതിന് ഉപകരിക്കും. മാത്രമല്ല, ഒരു ആത്മസംതൃപ്തിയും പ്രാണായാമ പരിശീലനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. പ്രധാനമായി പൂരക, കുംഭക, രേചക വൃത്തിയാണ് പറയപ്പെടുന്നത്. ഒരു നിശ്ചിത സമയം കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ തന്നെ നിശ്ചിത സമയം കൊണ്ട് ശ്വാസം ഉള്ളിൽ നിർത്തുകയും ക്രമമായി ശ്വാസം പുറത്തു വിടുകയും ചെയ്യുക. ഇതാണ് പ്രാണായാമം. ഈ തരത്തിലുള്ള പ്രാണായാമം നമുക്ക് നാഡീശുദ്ധി തരുന്നു. ഒപ്പം തന്നെ ശ്വസനാളത്തിൽ കടന്നുകൂടിയ പൊടിപടലങ്ങളെ പുറത്തേക്ക് തള്ളിക്കളയുന്നു. ശരീരത്തെയും മനസ്സിനെയും കെട്ടുറപ്പുള്ളതാക്കാൻ നിത്യേനയുള്ള പ്രാണായാമ പരിശീലനം സഹായിക്കുന്നു. പ്രത്യാഹാരം: മനസ്സിനെ ഏകാഗ്രമാക്കാൻ സഹായിക്കുന്ന നല്ലൊരു യോഗാംഗമാണ് പ്രത്യാഹാരം. ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളിൽ നിന്നും വേർതിരിച്ചു മാറ്റി മനസ്സിനെ ഏകാഗ്രതയിലേക്ക് ഉദ്ദേശിച്ച് ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകലാണ് പ്രത്യാഹാരം. അല്ലയോ ഭഗവാനെ, ഓംകാരം ധ്യാനിച്ചും ജപിച്ചും പ്രാണായാമം പരിശീലിച്ചും വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പിൻവലിച്ചും അങ്ങയെ ഉപാസിക്കുന്നതിൽ ശ്രദ്ധിച്ചു കൊള്ളാം. അനുഗ്രഹിക്കണേ. ഒരു പ്രാർത്ഥനയും ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.